ടൈമിലേക്ക് സ്വാഗതം. ആദ്യം പ്രധാന വാർത്തകൾ. ഉരുൾപൊട്ടൽ, വെള്ളപ്പൊക്കം, മണ്ണിടിച്ചിൽ ഇനി വേണ്ടത് ജാഗ്രത. കേരള ശാസ്ത്ര സാഹിത്യ പരിഷത്തിന്റെ നേതൃത്വത്തിൽ സെമിനാർ. കസ്തൂരിരംഗൻ റിപ്പോർട്ടിലെ പരിസ്ഥിതിലോല മേഖലയുമായി ബന്ധപ്പെട്ട് സർക്കാർ പുതിയ ഒരു മാപ്പ് കൂടി പ്രസിദ്ധപ്പെടുത്തി. ജനവാസ കേന്ദ്രങ്ങളെ പരിസ്ഥിതിലോല മേഖലയിൽ നിന്ന് പൂർണ്ണമായും ഒഴിവാക്കിയാണ് പരിസ്ഥിതി വകുപ്പിന്റെ പുതിയ മാപ്പ്. ആർളം വന്യജീവി സങ്കേതത്തിൽ കുരങ്ങുകൾ ചാകാനിടയായത് മങ്കി മലേറിയ ബാധിച്ചെന്ന പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട്. വന്യജീവി സങ്കേതത്തിനുള്ളിൽ നിരീക്ഷണം തുടർന്ന് വനം വകുപ്പ്. കുഴിയടക്കാൻ ഫലപ്രദമായ നടപടിയില്ല, അപകടക്കെണിയൊരുക്കി ഇരിട്ടി പേരാവൂർ റോഡ്. വാർത്തകൾ വിശദമായി. വീണ്ടും മാപ്പ് വിവാദങ്ങൾ പുതിയ തലത്തിലേക്ക്. ജനവാസ കേന്ദ്രങ്ങളെ പരിസ്ഥിതിലോല മേഖലയിൽ നിന്ന് പൂർണ്ണമായും ഒഴിവാക്കി പരിസ്ഥിതി വകുപ്പ് തയ്യാറാക്കിയ മാപ്പാണ് പുതിയത്. വീണ്ടും മാപ്പ് വിവാദങ്ങൾ പുതിയ തലത്തിലേക്ക്. ജനവാസ കേന്ദ്രങ്ങളെ പരിസ്ഥിതിലോല മേഖലയിൽ നിന്നും പൂർണ്ണമായും ഒഴിവാക്കി പരിസ്ഥിതി വകുപ്പ് തയ്യാറാക്കിയ മാപ്പാണ് പുതിയത്. കസ്തൂരിരംഗൻ റിപ്പോർട്ടിലെ പരിസ്ഥിതിലോല മേഖലയുമായി ബന്ധപ്പെട്ട് സർക്കാർ പുതിയ ഒരു മാപ്പ് കൂടി പ്രസിദ്ധപ്പെടുത്തി. കസ്തൂരിരംഗൻ റിപ്പോർട്ടിലെ പരിസ്ഥിതിലോല മേഖലയുമായി ബന്ധപ്പെട്ട് മുൻപ് 2 തരം മാപ്പുകൾ പുറത്തുവിട്ടുകൊണ്ട് ജനങ്ങളിൽ ആശയക്കുഴപ്പമുണ്ടാക്കുന്നുവെന്ന കർഷക സംഘടനകളുടെ ആരോപണത്തെ തുടർന്ന് മാപ്പുകളിൽ സർക്കാർ വ്യക്തത വരുത്തി പുതിയ മാപ്പ് തയ്യാറാക്കി പരാതിക്കാർക്ക് നൽകി. കണ്ണൂർ ജില്ലയിൽ കൊട്ടിയൂർ വില്ലേജ് അതിർത്തിയും പരിസ്ഥിതിലോല മേഖല അതിർത്തിയും വ്യക്തമായി മനസ്സിലാകുന്ന തരത്തിൽ വില്ലേജ് അതിർത്തി ചുവന്ന കളറിലും പരിസ്ഥിതിലോല മേഖല അതിർത്തി മഞ്ഞ കളറിലും മാർക്ക് ചെയ്തിട്ടുള്ള മാപ്പുകൾ പേരാവൂർ MLA സണ്ണി ജോസഫിന് പരിസ്ഥിതി വകുപ്പ് ഡയറക്ടർ കൈമാറി. അതോടൊപ്പം തന്നെ പരിസ്ഥിതി വകുപ്പിന്റെ വെബ്സൈറ്റിൽ മുൻപ് അപ്ലോഡ് ചെയ്ത മാപ്പിലും വില്ലേജ് അതിർത്തിയും കൊട്ടിയൂരിന്റെ കാര്യത്തിൽ അടയാളപ്പെടുത്തിയിട്ടുണ്ട്. കൊട്ടിയൂർ വില്ലേജിന്റെ കാര്യത്തിൽ ചെയ്തതുപോലെ പരിസ്ഥിതിലോല മേഖല അതിർത്തിയും വില്ലേജ് അതിർത്തിയും കൃത്യമായി മനസ്സിലാകുന്ന തരത്തിൽ ഓരോ വില്ലേജിന്റെയും ഫയലുകൾ അതാത് പഞ്ചായത്തുകൾക്ക് അയച്ചുകൊടുത്ത് പൊതുജനങ്ങൾക്ക് അവ പരിശോധിക്കുവാൻ അവസരം നൽകിയതിനു ശേഷം മാത്രമേ അന്തിമ റിപ്പോർട്ട് കേന്ദ്ര സർക്കാരിന് സമർപ്പിക്കാവൂ എന്ന് കേരള ഇൻഡിപെൻഡൻസ് ഫാർമേഴ്സ് അസോസിയേഷൻ സർക്കാരിനോട് ആവശ്യപ്പെട്ടു. അല്ലാത്തപക്ഷം സർക്കാരിന്റെ ഈ ഇരട്ടത്താപ്പിനെതിരെ ശക്തമായ സമരപരിപാടികളുമായി മുന്നോട്ടു പോകാനാണ് കിഫിയുടെ നീക്കം. ഹൈവിഷൻ ന്യൂസ്, കേരളം. വയോധികനെ കുളത്തിൽ മരിച്ച നിലയിൽ കണ്ടെത്തി. എടത്തൊട്ടി കൊട്ടയാട് താഴ്വാരം സ്വദേശി CP തോമസ് എന്ന പാപ്പച്ചനെയാണ് ശനിയാഴ്ച രാവിലെ വീടിനടുത്തുള്ള കുളത്തിൽ മരിച്ച നിലയിൽ കണ്ടെത്തിയത്. എടത്തൊട്ടി കൊട്ടയാട് താഴ്വാരത്ത് വയോധികനെ കുളത്തിൽ മരിച്ച നിലയിൽ കണ്ടെത്തി. താഴ്വാരം സ്വദേശി CP തോമസ് എന്ന പാപ്പച്ചനെയാണ് കുളത്തിൽ മരിച്ച നിലയിൽ കണ്ടെത്തിയത്. വെള്ളിയാഴ്ച വൈകുന്നേരം മുതൽ ഇദ്ദേഹത്തെ കാണാനില്ലായിരുന്നു. തുടർന്ന് നടത്തിയ തെരച്ചിലിൽ വീട്ടിനടുത്ത് കുളത്തിന് സമീപത്തായി വാച്ചും മൊബൈൽ ഫോണും ചെരുപ്പും കണ്ടെത്തിയതിനെ തുടർന്ന് പോലീസും ഫയർഫോഴ്സും കുളത്തിൽ നടത്തിയ തിരച്ചിലിനാണ് പാപ്പച്ചനെ കുളത്തിൽ മരിച്ച നിലയിൽ കണ്ടെത്തിയത്. ഇൻക്വസ്റ്റ് നടപടികൾക്കായി മൃതദേഹം പേരാവൂർ താലൂക്ക് ആശുപത്രിയിലേക്ക് മാറ്റുകയായിരുന്നു. ഫിലോമിനിയാണ് ഭാര്യ. മഞ്ജു, ജീവൻ എന്നിവർ മക്കളാണ്. ന്യൂസ് ബ്യൂറോ, ഇരിട്ടി. ഇരിട്ടി പേരാവൂർ റോഡിലെ കുഴികൾ വാഹനയാത്രക്കാർക്ക് അപകടക്കെണിയാവുന്നു. പൊതുമരാമത്തിന്റെ കുറ്റകരമായ അനാസ്ഥയാണ് റോഡിന്റെ ഈ ശോചനീയാവസ്ഥയ്ക്ക് കാരണമെന്നാണ് ഉയരുന്ന വിമർശനം. കുഴിയോട് കുഴി, എവിടെ നോക്കിയാലും കുഴി. ഇരിട്ടി പേരാവൂർ റോഡിന്റെ അവസ്ഥ ഇപ്പോൾ ഇങ്ങനെയാണ്. റോഡിലൂടെയുള്ള സ്ഥിരം യാത്രക്കാരല്ലാതെ റോഡിനെക്കുറിച്ച് മുൻപരിചയമില്ലാത്ത ഒരു ഇരുചക്ര വാഹന യാത്രക്കാരൻ ഇതുവഴി വന്നാൽ കുഴിയിൽ വീണ് പരിക്കേൽക്കും എന്ന കാര്യം ഉറപ്പാണ്. ഇതാണ് ഇപ്പോൾ ഈ റോഡിന്റെ സ്ഥിതി. റോഡിലെ കുഴിയിൽ വീണ് പരിക്കേറ്റ ഒരു ബൈക്ക് യാത്രക്കാരൻ താൻ വീണ കുഴിയിൽ മണ്ണിട്ട് നികത്തുന്നതുവരെ എത്തി കാര്യങ്ങൾ. ഇത് വാർത്തയായതോടെ പൊതുമരാമത്ത് അധികൃതർ ഉണർന്നു. ഇരട്ടി പൈഞ്ചേരിമുക്ക് മുതൽ കാക്കേങ്ങാട് ഊർപ്പാൽ വരെ തിരക്കിട്ട കുഴിയടക്കൽ പ്രവൃത്തി. റോഡിലെ ഭൂരിഭാഗം കുഴികളും ഒഴിവാക്കിക്കൊണ്ടുള്ള ഈ കുഴിയടക്കൽ കണ്ട് യാത്രക്കാർ പോലും മൂക്കത്ത് വിരൽ വെച്ചു. ഒടുവിൽ ഇരട്ടി താലൂക്ക് വികസന സമിതി യോഗത്തിൽ ഈ കുഴിയടക്കലിനെ കുറിച്ച് PWD ഉദ്യോഗസ്ഥരോട് ജനപ്രതിനിധികളുടെ ചോദ്യം. വ്യക്തമായ ഉത്തരം നൽകാനാകാതെ പൊതുമരാമത്ത് വകുപ്പ് അധികൃതർ വിയർത്തു. യാത്രക്കാർക്ക് യാതൊരു പ്രയോജനവും ലഭിക്കാത്ത ഈ കുഴിയടക്കൽ കൊണ്ട് പൊതുമരാമത്ത് വകുപ്പും കരാറുകാരും പൊതുജനങ്ങളുടെ ക്ഷമയെ പരീക്ഷിക്കുകയാണെന്നാണ് യാത്രക്കാർ പറയുന്നത്. കഴിഞ്ഞ ആഴ്ച ഭൂരിഭാഗം കുഴികളും അടച്ചതാണ്. പക്ഷേങ്കിൽ ചെറിയ എല്ലാ കുഴികളും ഒഴിവാക്കിയിട്ടാണ് ഇവർ അടച്ചിട്ട് പോയിട്ട്. ചെറിയ വാഹനങ്ങളും ബൈക്കുകളും എല്ലാം അപകടത്തിൽപ്പെടുന്ന ഒരു സ്ഥലമാണ്. വളരെ ബുദ്ധിമുട്ടായിട്ടാണ് ഇപ്പം വണ്ടികളെ ഓടിക്കൊണ്ടിരിക്കുന്നത്. അതായത് വളരെ അപകടത്തിൽപ്പെടുകയാണ്. ഇത് അധികാരികളുടെ അനാസ്ഥ. എന്തായാലും എത്രയും പെട്ടെന്ന് ശരിയാക്കിയെടുക്കണം. PWന്റെ അവരെ വന്നിട്ട് അടച്ചതാണ്.
അപ്പോൾ ഏരിയയിൽ തന്നെ കുഴിയുണ്ട്, അതിൻ്റെ ഇപ്പം വേറൊരു കുഴിയുണ്ട്. ആ ഏരിയയിൽ തന്നെ ഒരു കുഴി അടച്ചിട്ട് മറ്റേ കുഴി ഒഴിവാക്കിയിട്ട് അടച്ചിട്ട് പോയിരിക്കുക. ഈ റോഡുള്ള വെച്ചിട്ടുള്ളതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ പകുതി അടച്ചിട്ടില്ല. അപ്പോൾ ആ രീതിയിൽ അടച്ചിട്ടില്ല. എന്തിനാണെന്നുള്ളത് മനസ്സിലായിട്ടില്ല. അപ്പോൾ അടക്കുമ്പോൾ ആ ഏരിയത്തിലുള്ള കുഴി പൂർണ്ണമായിട്ട് അടച്ചിട്ടെങ്കിൽ അവർ പിന്നെ ഗുണമായി മാറുക. ഈ റോഡിലൂടെ യാത്ര ചെയ്യുന്ന യാത്രക്കാർക്ക് കുഴിയിൽ വീണുണ്ടാകുന്ന അപകടത്തിൽ പരിക്കേൽക്കുകയോ ജീവൻ നഷ്ടപ്പെടുകയോ ചെയ്താൽ അതിന്റെ പൂർണ്ണ ഉത്തരവാദിത്വം പൊതുമരാമത്ത് വകുപ്പ് അധികൃതർക്കാണെന്ന് യാത്രക്കാർ പറയുന്നത്. കുഴി കൊണ്ട് സാധാരണക്കാരായ ആൾക്കാർക്ക് ഒരുപാട് ബുദ്ധിമുട്ട് വരുന്നുണ്ട്. ഈ ബൈക്കുകാർ ഇതിൻ്റെ ഇടയ്ക്ക് ഇവിടുന്ന് ഒരു ബൈക്ക് വീണിട്ട് പിന്നെ ചെറുങ്ങനെ കാലും കൈയെല്ലാം പരിക്കായിരുന്നു. ഇതിൻ്റെ ഇടയ്ക്ക് പൈൻ്റെയൊക്കെല്ലാം ഇത് റോഡ് അടക്കവും പിടിക്കല്ല ചെയ്യും. ഈ ഏരിയ മൊത്തം കംപ്ലീറ്റ് ആയിട്ട് ഒഴിവാക്കിയിട്ടുണ്ട്. PWD അവർ ഈ ഏരിയയിലൊന്നും അടച്ചിട്ട് കൂടിയില്ല. എന്തിനാ ഇവർ ഈ കുഴി അടക്കാൻ നിന്നിന്? ഇതിൻ്റെ ആവശ്യത്തിനാണെന്ന് അറിയുന്നത്. സാധാരണക്കാർക്കും ഇതിൽ പോകാൻ തന്നെ പറ്റുന്നില്ല. ഇനിയും ഒരു പരീക്ഷണത്തിന് നിൽക്കാതെ ഈ ദുരിതയാത്രയ്ക്ക് താൽക്കാലികമായെങ്കിലും പരിഹാരം കാണണമെന്നാണ് നാട്ടുകാരുടെ ആവശ്യം. ന്യൂസ് ബ്യൂറോ, ഇരട്ടി. ഉരുൾപൊട്ടൽ, വെള്ളപ്പൊക്കം, മണ്ണിടിച്ചിൽ, കോളയാടിന് ഇനി വേണ്ടത് ജാഗ്രത. കോളയാട് ഗ്രാമപഞ്ചായത്ത് ഹാളിൽ കേരള ശാസ്ത്ര സാഹിത്യ പരിഷത്തിന്റെ നേതൃത്വത്തിൽ നടത്തിയ സെമിനാർ ജില്ലാ ആസൂത്രണ സമിതി വൈസ് ചെയർമാൻ ടി ഗംഗാധരൻ ഉദ്ഘാടനം ചെയ്തു. ആഗസ്റ്റ് മാസങ്ങളിലുണ്ടായ ദുരന്തങ്ങളിൽ വലിയ നാശനഷ്ടമാണ് കോളയാട് പഞ്ചായത്തിൽ മാത്രം ഉണ്ടായത്. ഇത്തരം ദുരന്തങ്ങൾ ഉണ്ടാകുന്നതിന് മുമ്പ് മുൻകരുതലുകൾ ചെയ്താൽ നാശനഷ്ടത്തിൻ്റെ അളവുകൾ വലിയ തോതിൽ കുറക്കാൻ കഴിയും. ഇക്കാര്യങ്ങൾ വിശദമാക്കുന്നതിനായിരുന്നു കേരള ശാസ്ത്ര സാഹിത്യ പരിഷത്ത് ഉരുൾപൊട്ടൽ, മണ്ണിടിച്ചൽ, വെള്ളപ്പൊക്കം, ഇനി വേണ്ടത് ജാഗ്രത എന്ന പേരിൽ സെമിനാർ സംഘടിപ്പിച്ചത്. ഇക്കാര്യങ്ങൾ വിശദമാക്കുന്ന ഒരു ഡിസാസ്റ്റർ മാനേജ്മെൻറ്റ് പ്ലാൻ കോളയാട് ഗ്രാമപഞ്ചായത്തിന് വേണ്ടി ശാസ്ത്ര സാഹിത്യ പരിഷത്ത് തയ്യാറാക്കി നൽകുകയും ചെയ്തിരുന്നു. ഡിസാസ്റ്റർ മാനേജ്മെൻറ്റ് പ്ലാൻ ചർച്ച ചെയ്യുന്നതിനായി സംഘടിപ്പിച്ച സെമിനാർ ജില്ലാ ആസൂത്രണ സമിതി വൈസ് ചെയർമാൻ ടി ഗംഗാധരൻ ഉദ്ഘാടനം ചെയ്തു. ദുരന്തം ഉണ്ടാകാതിരിക്കാൻ ചെയ്യേണ്ട ചില കാര്യങ്ങളാണ് ഞാൻ പറഞ്ഞത്. പിന്നെ അതിൻ്റെ കൂടെ ഒരു കാര്യം പഠിച്ചത്, ചെരിഞ്ഞ സ്ഥലത്ത്, അതായത് കുന്നിൻ്റെ 45 ഡിഗ്രിയിൽ കൂടുതൽ ചെരിവുള്ള ഒരു സ്ഥലത്തും ഒരു കൃഷിയും ചെയ്യാൻ പാടില്ല. ശാസ്ത്രജ്ഞന്മാർ പറയുന്നത് 45 ഡിഗ്രി അല്ല, 20 ഡിഗ്രിയിൽ മേലെ ചെരിവുള്ളിടത്ത് ഒരു കൃഷി ചെയ്യാൻ പാടില്ല. അഥവാ കൃഷി ചെയ്യുന്നുണ്ടെങ്കിൽ തന്നെ മണ്ണ് ഇളക്കുന്ന തരത്തിലുള്ള ഒരു കൃഷി ചെയ്യണം. മണ്ണിളക്കുന്ന കൃഷി, കപ്പയുടെ വിളവെടുക്കണമെങ്കിൽ മണ്ണിളക്കണ്ടേ? രാമച്ചം അതിന് വേരാണ് വിളവ് അല്ലേ? അപ്പോൾ അത് എടുക്കണമെങ്കിൽ രാമച്ചം മണ്ണിന് നല്ല ഉറപ്പിച്ച് നിർത്തും, പക്ഷേ അതിന് വിളവെടുക്കണമെങ്കിൽ വേരാ എടുക്കണം. അപ്പോൾ നമ്മൾ മണ്ണ് കളിച്ചിട്ട് എടുക്കണം. ഇഞ്ചി, ചേമ്പ്, ചേന, മണ്ണിൻ്റെ അടിയിൽ വിളവുണ്ടാകുന്ന ഒരു കൃഷി ചെയ്യുന്ന സ്ഥലത്ത് ചെയ്യാൻ പാടില്ല. ഇതെല്ലാം പ്രകൃതി ദുരന്തങ്ങൾ ഉണ്ടാകാതിരിക്കാൻ മുൻകൂട്ടി ചെയ്യേണ്ട കാര്യങ്ങളാണ്. ഇതിനെയാണ് ഇംഗ്ലീഷിൽ മിറ്റിഗേഷൻ എന്ന വാക്കുകൊണ്ട് അർത്ഥം. അത് ദീർഘകാലം ചെയ്യണം, ചെയ്തുകൊണ്ടേ ഇരിക്കണം, സ്ഥിരമായി ചെയ്യണം. ഓക്കെ. ഇനി രണ്ടാമത്തെ കാര്യം, നമ്മളിതൊക്കെ ചെയ്താലും ദുരന്തം ഉണ്ടാവാം. അങ്ങനെ ദുരന്തം ഉണ്ടാവുകയാണെങ്കിൽ അത് പ്രവചിക്കാനുള്ള എന്തെങ്കിലും സംഗതികൾ ചെയ്യാൻ കഴിയുമെങ്കിൽ. ഫീൽഡ് സന്ദർശനം, ഗൃഹസന്ദർശനം എന്നിവ പൂർത്തിയായി ഇത് വിശകലനം ചെയ്തുകൊണ്ടാണ് ഡിസാസ്റ്റർ മാനേജ്മെൻറ്റ് പ്ലാൻ തയ്യാറാക്കിയത്. സെമിനാറിൽ കെ സുധീഷ് കുമാർ അധ്യക്ഷത വഹിച്ചു. കെ പി സുരേഷ് കുമാർ, ടി ജയരാജൻ മാസ്റ്റർ, റോയ് പൗലോസ്, ശ്രീജ പ്രദീപൻ, എം കെ രാമചന്ദ്രൻ തുടങ്ങിയവർ സംസാരിച്ചു. ഡോക്ടർ ഗീതാനന്ദൻ മാസ്റ്റർ പ്ലാൻ അവതരിപ്പിച്ചു. തുടർന്ന് ജനകീയ ചർച്ചയും സംഘടിപ്പിച്ചു. ഹൈവിഷൻ ന്യൂസ്, പേരാവൂർ. ആറളം വന്യജീവി സങ്കേതത്തിൽ കുരങ്ങുകളെ ചത്ത നിലയിൽ കണ്ടെത്തിയത് മങ്കി മലേറിയ ബാധിച്ചെന്ന പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട്. കഴിഞ്ഞ ദിവസമാണ് 4 കുരങ്ങുകളെ വന്യജീവി സങ്കേതത്തിനുള്ളിൽ ചത്ത നിലയിൽ കണ്ടെത്തിയത്. കഴിഞ്ഞ തിങ്കളാഴ്ചയാണ് ആറളം വന്യജീവി സങ്കേതത്തിനുള്ളിൽ 4 കുരങ്ങുകളെ ചത്ത നിലയിൽ കണ്ടെത്തിയത്. ബാഹ്യ പരിക്കുകളൊന്നും കണ്ടെത്താൻ കഴിയാത്തതിനാൽ തന്നെ കുരങ്ങുകളുടെ ജഡം പോസ്റ്റ്മോർട്ടം നടത്തി സാമ്പിളുകൾ വയനാട് വന്യജീവി സങ്കേതത്തിലെ ലാബിലേക്ക് അയക്കുകയും ചെയ്തിരുന്നു. ഇതിന്റെ പരിശോധനാ ഫലം ലഭിച്ചതിൽ നിന്നുമാണ് കുരങ്ങുകൾ ചാകാനിടയായതിന് കാരണം മങ്കി മലേറിയ ആണെന്ന് സ്ഥിരീകരിച്ചത്. കുരങ്ങുകൾ ചത്ത സാഹചര്യത്തിൽ
ചീഫ് വൈൽഡ് ലൈഫ് വാർഡന്റെ നിർദ്ദേശപ്രകാരം ആർളം വൈൽഡ് ലൈഫ് വാർഡന്റെ നേതൃത്വത്തിൽ 4 ടീമുകളായി തിരിഞ്ഞ് പൂക്കുണ്ട്, ചീങ്കണ്ണി, പുഴയോരം, ആർളം ഫാമുമായി അതിർത്തി പങ്കിടുന്ന പ്രദേശം എന്നിവിടങ്ങളിൽ പരിശോധന നടത്തിയെങ്കിലും കൂടുതൽ കുരങ്ങുകളുടെ ജഡമോ അസ്വാഭാവിക നിലയിലോ അവശനിലയിലോ ആയ കുരങ്ങുകളെ കണ്ടെത്താൻ കഴിഞ്ഞിട്ടുമില്ല. സംഭവവുമായി ബന്ധപ്പെട്ട് വനം വകുപ്പ് വന്യജീവി സങ്കേതത്തിനുള്ളിൽ കൂടുതൽ ജാഗ്രത പുലർത്തുന്നുണ്ട്. ന്യൂസ് ബ്യൂറോ, ഇരട്ടി. വന്യമൃഗശല്യത്തിൽ നിന്നും കർഷകരെ രക്ഷിക്കാൻ അടിയന്തര നടപടി സ്വീകരിക്കുക എന്ന മുദ്രാവാക്യമുയർത്തി കേരള കർഷക സംഘം കേളകം വില്ലേജ് കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ വളയംശാൽ അസിസ്റ്റന്റ് വൈൽഡ് ലൈഫ് വാർഡന്റെ ഓഫീസിലേക്ക് മാർച്ചും ധർണയും സംഘടിപ്പിച്ചു. കർഷക സംഘം പേരാവൂർ ഏരിയ സെക്രട്ടറി കെ ശശീന്ദ്രൻ ഉദ്ഘാടനം ചെയ്തു. രൂക്ഷമായ വന്യമൃഗശല്യത്തിൽ നിന്നും ജനങ്ങളെ രക്ഷിക്കുക, കുരങ്ങും പന്നിയും മയിലും മലയണ്ണാനുമടക്കം നിരവധി വന്യമൃഗങ്ങൾ നാട്ടിലിറങ്ങി കൃഷിയും വീട്ടുപകരണങ്ങളും നശിപ്പിക്കുന്നത് തടയുക, നാശനഷ്ടങ്ങൾക്ക് ഉടനടി നഷ്ടപരിഹാരം നൽകുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉയർത്തി കർഷക സംഘം കേളകം വില്ലേജ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ വളയഞ്ചാൽ അസിസ്റ്റന്റ് വൈൽഡ് ലൈഫ് വാർഡന്റെ ഓഫീസിലേക്ക് മാർച്ചും ധർണയും സംഘടിപ്പിച്ചു. വളയഞ്ചാലിൽ നിന്ന് ആരംഭിച്ച മാർച്ച് ഓഫീസ് പരിസരത്ത് വെച്ച് ആറളം SHOന്റെ നേതൃത്വത്തിൽ പോലീസ് തടഞ്ഞു. തുടർന്ന് നടന്ന ധർണ സമരം കർഷക സംഘം പേരാവൂർ ഏരിയ സെക്രട്ടറി കെ ശശീന്ദ്രൻ ഉദ്ഘാടനം ചെയ്തു. ആയിരക്കണക്കിന് കൃഷിക്കാരുടെ ഒരു മാർച്ച് സംഘടിപ്പിക്കാൻ തീരുമാനിച്ചിട്ടുണ്ട്. അന്നേ ദിവസം പാർലമെന്റിന് മുമ്പിൽ ഇവിടുത്തെ കേരളത്തിനുൾപ്പെടെയുള്ള ആയിരക്കണക്കിന് കൃഷിക്കാർ പങ്കെടുത്തുകൊണ്ട് പാർലമെന്റ് മാർച്ച് സംഘടിപ്പിക്കാൻ തീരുമാനിച്ചു. രാജ്ഭവൻ മാർച്ചും അന്ന് തന്നെയാണ് നിശ്ചയിച്ചിട്ടുള്ളത്. ആ പാർലമെന്റ് മാർച്ചിലേക്ക് നമ്മുടെ പേരാവൂർ ഉൾപ്പെടെയുള്ള ഈ മേഖലയിൽ നിന്നുൾപ്പെടെയുള്ള ആളുകൾ പോകുന്നുണ്ട്. നമുക്കറിയാം എന്തുകൊണ്ടാണ് ഈ രീതിയിൽ പാർലമെന്റിലേക്ക് മാർച്ച് നടത്താൻ നമ്മൾ ആലോചിച്ചത്. ഇവിടെ ഒരു സംസ്ഥാന ഗവൺമെന്റിന്റെ ആ ഗവൺമെന്റിന് ഈ കാര്യം ചെയ്യാൻ കഴിയില്ലേ എന്ന് ചോദിക്കുന്ന ചില ആളുകളുണ്ട്. അവർക്ക് അതിനെക്കുറിച്ച് വേണ്ടത്ര ധാരണയില്ലായിട്ടാണ് എന്ന് നമുക്ക് പറയാൻ കഴിയും. മനുഷ്യന്റെ ജീവനും സ്വത്തിനും സംരക്ഷണം നൽകാൻ നമ്മുടെ സർക്കാരുകൾക്ക് ബാധ്യതയുണ്ട്, ഗവൺമെന്റിന് ബാധ്യതയുണ്ട്. അങ്ങനെ ഞങ്ങൾ അത് മാത്രമേ പറയുന്നുള്ളൂ. ഫണ്ടമെന്റൽ റൈറ്റ് ആണത്. ആ ഫണ്ടമെന്റൽ റൈറ്റ് അനുസരിച്ച് ഞങ്ങളുടെ ജീവനും ഞങ്ങളുടെ സ്വത്തിനും ഞങ്ങളുടെ കൃഷിക്കും സംരക്ഷണം നൽകണം. ആര് തരണം? അതിവിടെയുള്ള സർക്കാരുകൾ നൽകണം. അത് സംസ്ഥാന ഗവൺമെന്റ് ആയിക്കോട്ടെ, കേന്ദ്ര ഗവൺമെന്റ് ആയിക്കോട്ടെ, തരേണ്ട ആളുകൾ തരണം. കർഷക സംഘം വില്ലേജ് പ്രസിഡന്റ് PK മോഹനൻ മാസ്റ്റർ അധ്യക്ഷത വഹിച്ചു. KM ജോർജ്, സനീഷ് TT, ചിന്നമ്മ ശശി, ലീലാമ്മ ബേബി, PG സന്തോഷ്, CPIM കേളകം ലോക്കൽ സെക്രട്ടറി KP ഷാജി, കർഷക സംഘം വില്ലേജ് സെക്രട്ടറി വിജയപ്രസാദ്, KK റിനീഷ് എന്നിവർ സംസാരിച്ചു. തുടർന്ന് ഓഫീസിലെത്തി ഇവർ നിവേദനവും നൽകി. ഹൈവിഷൻ ന്യൂസ്, കേളകം. നവകേരളം കർമ്മ പദ്ധതി മാലിന്യമുക്തം നവകേരളം 2.0 കണിച്ചാർ ഗ്രാമപഞ്ചായത്ത് ഹരിത കർമ്മസേനയ്ക്കൊപ്പം യുവത പഞ്ചായത്ത് തല ഉദ്ഘാടനം കൊളക്കാടിൽ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ആന്റണി സെബാസ്റ്റ്യൻ ഉദ്ഘാടനം ചെയ്തു. നവകേരളം കർമ്മ പദ്ധതി മാലിന്യമുക്ത കേരളം കണിച്ചാർ ഗ്രാമപഞ്ചായത്ത് ഹരിതകർമ്മസേനക്കൊപ്പം യുവത എന്ന പരിപാടിക്ക് തുടക്കമായി. ഹരിതകർമ്മസേനക്കൊപ്പം യുവത പരിപാടിയുടെ പഞ്ചായത്ത് തല ഉദ്ഘാടനം കൊളക്കാടിൽ നടന്നു. സാന്തോം ഹയർ സെക്കൻഡറി സ്കൂൾ NSS വളണ്ടിയർമാർ ഹരിതകർമ്മസേനക്കൊപ്പം വീടുകളും സ്ഥാപനങ്ങളും സന്ദർശിക്കുന്ന പരിപാടിക്കാണ് തുടക്കമായത്. ഹരിതകർമ്മസേനക്കൊപ്പം യുവത കൊളക്കാടിൽ നടന്ന പഞ്ചായത്ത് തല ഉദ്ഘാടനം കണിച്ചാർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ആന്റണി സെബാസ്റ്റ്യൻ ഉദ്ഘാടനം ചെയ്തു. മീറ്റ് ദ യൂത്ത് എന്ന് പറഞ്ഞ പരിപാടിയാണ്. കണിച്ചാർ പഞ്ചായത്തിലെ മീറ്റ് ദ യൂത്ത് എന്ന പദ്ധതിയാണ് ഇവിടെ നടപ്പാക്കുന്നത്. സംസ്ഥാന സർക്കാർ നവകേരളം 2 എന്ന പദ്ധതിയുടെ ഭാഗമായിട്ടാണ് ഈ ഒരു പ്രോഗ്രാം നടപ്പാക്കുന്നത്. ഇതിൻ്റെ കാരണം നിങ്ങൾ യൂത്തും അതുപോലെ ഹരിതകർമ്മസേനയും ചേർന്ന് വീടുകളിൽ ചെല്ലുകയും അവിടെ ഇതിൻ്റെ സന്ദേശം പൂർണ്ണമായി എത്തിക്കുക എന്നുള്ളതാണ്. ഹരിതകർമ്മസേനയിൽ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും, പച്ച യൂണിഫോമെല്ലാം ഇട്ടിട്ട് പോകുന്ന ആളുകളെ കണ്ടിട്ടുണ്ടാവും. കയ്യിലൊരു പ്ലാസ്റ്റിക് കവറും പിടിച്ച് നിങ്ങളെല്ലാ വീടുകളിൽ നിന്നും വന്ന് മിക്കവാറും റോട്ടിൽ കിടക്കുന്നതും ഒക്കെ പിറക്കി പോകുന്ന ഹരിതകർമ്മസേന നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. ഇതിനു മുമ്പ് തമിഴ്നാട്ടിൽ നിന്ന് വന്ന ആളുകൾ, അല്ലെങ്കിൽ കേരളത്തിന് പുറത്തുനിന്നാണ് അവർ അങ്ങനെയാണ് പറഞ്ഞിരുന്നത്. അന്യസംസ്ഥാനക്കാരെ ആളുകൾ വന്ന് കുപ്പിയും ഇതൊക്കെ പിറക്കി പോകുന്ന നമ്മൾ കണ്ടിട്ടുണ്ടാവും. പക്ഷേ ഹരിതകർമ്മസേന എന്ന് പറയുന്നത് 2020 പാർലമെൻറ്റിൽ പാസ്സാക്കിയ പ്ലാസ്റ്റിക് ആക്ട് എന്ന നിയമത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് ഹരിതകർമ്മസേന ഇന്ത്യയിൽ എല്ലായിടത്തും ഉണ്ട്. അതിൻ്റെ പ്രവർത്തനങ്ങൾ ഏറിയും കുറഞ്ഞും ഇരിക്കുന്നു. നമ്മുടെ കണിച്ചാർ പഞ്ചായത്തിൽ നമ്മുടെ ഇതിൻ്റെ സേവനം നൽകുന്ന 100% സേവനമാണ്. കാരണം എല്ലാ വീടുകളിലും ഹരിതകർമ്മസേന എത്തുകയാണ്. നിങ്ങളുടെ വീട്ടിലെ കഴുകി ഉണങ്ങിയ പ്ലാസ്റ്റിക് എല്ലാ മാസവും എടുക്കും. അല്ലാത്ത മാസങ്ങളിൽ നിങ്ങൾക്ക് ഒരു കലണ്ടർ തന്നിട്ടുണ്ട്. നിങ്ങളുടെ വീടുകളിൽ കലണ്ടർ തന്നിട്ട് ആ കലണ്ടർ പ്രകാരം നിങ്ങളുടെ വീടുകളിൽ നിങ്ങളുടെ ചെരുപ്പ്, പഴയ ചെരുപ്പ്, അതുപോലെ ബാഗുകൾ, തുണികൾ എല്ലാം ഹരിതകർമ്മസേന ശേഖരിക്കുന്നുണ്ട്. ഇതെല്ലാം ഞങ്ങൾ കൊടുക്കുന്നത് ക്ലീൻ കേരള കമ്പനി, സർക്കാരിൻ്റെ ഒരു കമ്പനിയാണ് ക്ലീൻ കേരള. ആ ക്ലീൻ കേരള കമ്പനിക്കാണ് ഇത് ശേഖരിച്ച് നൽകുന്നത്. ഈ സാധനങ്ങൾ നേരത്തെ എങ്ങനെയായിരുന്നു, നമുക്കിത് ഡിസ്പോസ് ചെയ്യാനുള്ള ഒരു സംവിധാനം ഉണ്ടായിരുന്നില്ല. എൻ്റെ വീട്ടിൽ കുറേ പ്ലാസ്റ്റിക് ഉണ്ട്, കുറേ പഴയ തുണിയുണ്ട്, എനിക്ക് ഡിസ്പോസ് ചെയ്യാനുള്ള സംവിധാനം ഇല്ല. ഇത് വെച്ചുകൊണ്ടിരിക്കാൻ പറ്റില്ല. അതിനുള്ള സ്പേസ് ഇല്ലാതാവുമ്പോൾ എന്ത് ചെയ്യും? ഞാൻ ഏതെങ്കിലും പൊട്ടക്കിണർ അന്വേഷിച്ച് പോകും. ഇല്ലെങ്കിൽ എന്ത് ചെയ്യും?
ഞാൻ ചിലപ്പോൾ എൻ്റെ വീടിന് തൊട്ടടുത്തുള്ള തോട്ടിൽ കൂടി ഒഴുകും നല്ല മഴ വരുമ്പോൾ. ചടങ്ങിൽ അസിസ്റ്റന്റ് സെക്രട്ടറി ദീപു രാജ്, VO സതീഷ്, HI ശ്രീലത, NSS പ്രോഗ്രാം ഓഫീസർ അനൂപ് തുടങ്ങിയവർ സംസാരിച്ചു. ഹൈവിഷൻ ന്യൂസ്, കേളകം. വയനാട്ടിലെ ദുരിതബാധിതരെ സഹായിക്കുന്നതിനായി മുസ്ലിം ലീഗ് വിളക്കോട് ശാഖാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പണപ്പയറ്റ് നടത്തി. മുസ്ലിം ലീഗ് ജില്ലാ വൈസ് പ്രസിഡന്റ് ഇബ്രാഹിം മുണ്ടേരി ഉദ്ഘാടനം ചെയ്തു. വയനാട്ടിലെ ദുരിതബാധിതരെ സഹായിക്കുന്നതിനായാണ് മുസ്ലിം ലീഗ് വിളക്കോട് ശാഖാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പണപ്പയറ്റ് നടത്തിയത്. വിളക്കോടിൽ നടന്ന പരിപാടി മുസ്ലിം ലീഗ് ജില്ലാ വൈസ് പ്രസിഡന്റ് ഇബ്രാഹിം മുണ്ടേരി ഉദ്ഘാടനം ചെയ്തു. ഒ ഹംസ, KV റഷീദ്, ഒ റഹീം, ഷഫീഖ് ഉമർ, KV റഹീം, PC സലാൽ, MK കുഞ്ഞാലി, C നസീർ, PC ഷംനാസ്, മായാൻ മുഴക്കുന്ന്, E ജാഫർ, സാലി മാസ്റ്റർ തുടങ്ങിയവർ നേതൃത്വം നൽകി. ന്യൂസ് ബ്യൂറോ, ഇരട്ടി. ഇരിട്ടി ജബ്ബാർ കടവിലെ ഇക്കോ പാർക്ക് നാളെ മുതൽ പൊതുജനങ്ങൾക്കായി തുറന്നുകൊടുക്കുമെന്ന് പാർക്ക് സംരക്ഷണ സമിതി ഭാരവാഹികൾ അറിയിച്ചു. ഈ വർഷത്തെ ഇരിട്ടി ഉപജില്ലാ സ്കൂൾ കലോത്സവത്തിന്റെ സംഘാടക സമിതി രൂപീകരണത്തോടനുബന്ധിച്ച് കൊളക്കാട് സെന്റ് തോമസ് ഹയർ സെക്കൻഡറി സ്കൂളിൽ കലോത്സവത്തിന്റെ ധനശേഖരണത്തിന്റെ ആദ്യ സംഭാവന കേരള വ്യാപാരി വ്യവസായി ഏകോപന സമിതി കൊളക്കാട് യൂണിറ്റിന് വേണ്ടി പ്രസിഡന്റ് KK മനോജ് 25,000 രൂപയുടെ ചെക്ക് കലോത്സവത്തിന്റെ ട്രഷറർ ഇരിട്ടി AEO ഇൻചാർജ് വിജയന് കൈമാറി. ഈ വർഷത്തെ ഇരിട്ടി ഉപജില്ല കേരള സ്കൂൾ കലോത്സവത്തിൻ്റെ ധനശേഖരണത്തിൻ്റെ ആദ്യ സംഭാവന കേരള വ്യാപാരി വ്യവസായ ഏകോപന സമിതി കൊളക്കാട് യൂണിറ്റിനു വേണ്ടി പ്രസിഡന്റ് KK മനോജ് 25,000 രൂപയുടെ ചെക്ക് കലോത്സവത്തിന് ട്രഷറർ ഇരിട്ടി AEO ഇൻചാർജ് വിജയൻ മാസ്റ്റർക്ക് കൈമാറി. ചടങ്ങിൽ MLA അഡ്വക്കേറ്റ് സണ്ണി ജോസഫ്, ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് K സുധാകരൻ, പഞ്ചായത്ത് പ്രസിഡന്റ് ആന്റണി സെബാസ്റ്റ്യൻ തുടങ്ങിയവർ സംബന്ധിച്ചു. ഹൈവിഷൻ ന്യൂസ്, കേളകം. കേളകം MGM ശാലേം സെക്കൻഡറി സ്കൂളിൽ കലോത്സവം നടത്തി. സ്കൂൾ മാനേജർ റവറൻഡ് ഫാദർ സാജു വർഗീസ് അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ നാടൻ പാട്ട് ഗായികയും കലാഭവൻ മണി ഫൗണ്ടേഷൻ ജേതാവുമായ അനുശ്രീ പുന്നാട് ഉദ്ഘാടനം നിർവഹിച്ചു. വായ്ത്താരി പാടിയപ്പോൾ ഒരുപാട് കൂട്ടുകാരുണ്ടല്ലേ. ആദ്യത്തെ തുടങ്ങുന്ന വരി പറഞ്ഞപ്പോ ആർക്കും അത്ര പരിചയം. അപ്പൊ ഒരുമിച്ച് നമുക്ക് വായ്ത്താരി ഏറ്റ് പാടാം. പാടിക്കോളും. എല്ലാരും ഒരുമിച്ച് കൈതോല പായ വിരിച്ച് പായല് പറന്നേലു പൊളിച്ച് കാതുകുത്താനെപ്പോ വരും എൻ്റെ അമ്മമാര് പൊന്നേ കാതുകുത്താനെപ്പോ. സ്റ്റാഫ് സെക്രട്ടറി ആസിയ CA, സ്കൂൾ പ്രിൻസിപ്പൽ TV ജോണി, PTA പ്രസിഡന്റ് റെജി കുന്നുകുഴിയിൽ, സ്കൂൾ ഫൈൻ ആർട്സ് സെക്രട്ടറി അൻസീർ KA എന്നിവർ പ്രസംഗിച്ചു. തുടർന്ന് വിദ്യാർത്ഥികളുടെ വിവിധ മത്സരങ്ങളും നടന്നു. കേരള സീനിയർ സിറ്റിസൺ ഫോറം ചാളപ്പറമ്പ് യൂണിറ്റ് വാർഷിക പൊതുയോഗവും 80 വയസ്സ് തികഞ്ഞ യൂണിറ്റ് മെമ്പർമാരെ ആദരിക്കലും ചാളപ്പറമ്പിൽ നടന്നു. വാർഡ് മെമ്പർ രമണി മിനി ഉദ്ഘാടനം ചെയ്തു. കേരള സീനിയർ സിറ്റിസൺ ഫോറം ചാളപ്പറമ്പ് യൂണിറ്റ് വാർഷിക പൊതുയോഗവും 80 വയസ്സ് തികഞ്ഞ യൂണിറ്റ് മെമ്പർമാരെ ആദരിക്കൽ ചടങ്ങുമാണ് തില്ലങ്കേരി ചാളപ്പറമ്പിൽ വെച്ച് നടന്നത്. പൊതുയോഗം വാർഡ് മെമ്പർ രമണി മിന്നി ഉദ്ഘാടനം ചെയ്തു. നമ്മളെക്കാളും കൂടുതൽ എന്താ പറയണ്ടേ, പയറുമണി പോലെ ഓടിച്ചാടി നടക്കുന്ന നിങ്ങൾക്ക് പ്രായമായി നമ്മുടെ ശരീരത്തിന് പ്രായമാവും അല്ലേ, പക്ഷെ മനസ്സിനെല്ലാം എപ്പോൾ നമ്മൾ ചെറുപ്പമായിരിക്കണം, നല്ല അണിഞ്ഞൊരുങ്ങി പോകണോ, അങ്ങനെയുള്ള ആഗ്രഹം എല്ലാവർക്കും ഉണ്ടാവില്ലേ. ആണുങ്ങളായാലും പെണ്ണുങ്ങളായാലും നമുക്കായൊരു ആഗ്രഹം ഉണ്ടാവും. അപ്പോൾ ഇന്ന് പ്രധാനമായിട്ട് നേരിടുന്ന പ്രശ്നം എന്ന് വെച്ചാൽ വീട്ടിൽ അല്ലെ സമൂഹത്തിൽ നമുക്ക് ഒരു പ്രായമായി കഴിഞ്ഞ് കഴിഞ്ഞാൽ പണ്ടെല്ലാം തലനരിച്ച ആൾക്കാരെല്ലാം എന്ന് വെച്ചാൽ ബഹുമാനത്തോടെ ആണ് നോക്കിക്കാണുന്നത്.
എന്തെങ്കിലും ഒരു പരിപാടി തർക്ക വിഷയങ്ങൾ അങ്ങനെയെല്ലാം ഉണ്ടാകുമ്പോൾ നമ്മൾ ഈ ഇങ്ങനെ അങ്ങനെയുള്ളവരെ അവർ പറയുന്നതാണ് അവസാന വാക്ക്. ഇന്നലെ മാറി ചെറുപ്പക്കാർ കയറി വന്ന് അതിലിടപെടുകയാണ്. അപ്പോൾ നമ്മൾ പണ്ടെല്ലാം വെച്ചാൽ കൂട്ടുകുടുംബങ്ങളും മക്കളെ അവരെ മക്കൾ അങ്ങനെയുള്ള വലിയ കുടുംബത്തിൽ ആണ് എല്ലാവരും നമ്മൾ നിന്നിരുന്നത്. അപ്പോൾ അന്ന് നിങ്ങൾക്കും സമയം പോകാൻ പ്രായമായിരിക്കും സമയം കൂടാൻ മക്കളെ നോക്കിയോ അങ്ങനെ എന്താ പറയുക സന്തോഷത്തോടെ അങ്ങനെ ജീവിച്ചിരുന്ന ഒരു സമയമാണ്. പക്ഷെ ഇപ്പോൾ അണുകുടുംബങ്ങളായി വീട്ടിൽ ഭർത്താവ്, ഭാര്യ, 2 മക്കൾ അല്ലെങ്കിൽ 3 മക്കൾ അത്രമാത്രമായി. യൂണിറ്റ് പ്രസിഡന്റ് കൈരാതി ഗംഗാധരൻ അധ്യക്ഷത വഹിച്ചു. KSSF ജില്ലാ ജോയിന്റ് സെക്രട്ടറി മുഖ്യപ്രഭാഷണം നടത്തി. KP ശ്രീധരൻ അനുശോചന പ്രമേയം അവതരിപ്പിച്ചു. ചടങ്ങിൽ 80 വയസ്സ് തികഞ്ഞ M ബാലൻ, MV ബാലൻ, കൊച്ചോത്ത് ഗോവിന്ദൻ, വിലങ്ങേരി പാർവതിയമ്മ, K കല്യാണിയമ്മ എന്നിവരെ ആദരിച്ചു. വിലങ്ങേരി കൃഷ്ണൻ, P നാരായണൻ, NV രാമകൃഷ്ണൻ, കമ്മുക്ക ഗോവിന്ദൻ തുടങ്ങിയവർ സംബന്ധിച്ചു. ന്യൂസ് ബ്യൂറോ, ഇരട്ടി. വേക്കളം AUP സ്കൂളിൽ 2024-25 വർഷത്തെ സ്കൂൾ കലോത്സവം നടന്നു. PTA പ്രസിഡന്റ് VD ബിൻഡോയുടെ അധ്യക്ഷതയിൽ ഹെഡ്മാസ്റ്റർ രാജീവൻ KP ഉദ്ഘാടനം ചെയ്തു. മദർ PTA പ്രസിഡന്റ് ഷൈനി വിനോദ്, അധ്യാപകരായ ഇന്ദു P, ആശ്രിത് ശ്രീജിത്ത് AE, അനുശ്രീ GPTA വൈസ് പ്രസിഡന്റ് അതുൽ കുമാർ, സ്കൂൾ ലീഡർ ആദിനാഥ് എന്നിവർ സംസാരിച്ചു. തുടർന്ന് കുട്ടികളുടെ വിവിധ കലാപരിപാടികളും നടന്നു. മോഹം മനസ്സിൻ്റെ മലർച്ചെപ്പിൽ കുരുത്തു ഞാനേ മധുഹാലെ കോതിയാലെ മനം തേടും മദദാലെ ഈശ്കിൻ്റെ തിരുമുമ്പിൽ അണയാനായേ ഒരു നാൾ പിടയുന്ന കരളുമായി ഇവനും ചാരേ വിധം കേട്ട് ശുചായികൾ പൂയുലാടുണ്ടാ വെളിപ്പെട്ട സമയത്ത് ഹബീബുള്ള സഹബുൽ വേഗത്തിൽ തൊഴുതിര വിറക്കും പോതിൽ കളമിൽ ബന്ധാണിക്കാൻ തരിത്താത്ത് നബിയേകി ഹയൽ മേലിലിരത്താബ് ആരി കോക്കളേ കളമിൽ ബന്ധാണിക്കാൻ തരിത്താത്ത് നബിയേകി ഹയൽ മേലിലിരത്താബ് ആരി കോക്കളേ അപ്പോൾ കൽപ്പന പടി സഹബണ വർഷണം വരി കൽബിലെ കയറിടെ കള്ളമതിനണിവർ നിൽപ്പതിനിടെ നൊടുവർ ഹൈസവനോടു ഹൗലു ചോൻ പാരി കൊത്തി ആരത്തോണിങ്കേ വാണിജ്യം. കേളകത്ത് JB's കളക്ഷൻസ് എന്ന സ്ഥാപനം പ്രവർത്തനം ആരംഭിച്ചു. കേളകം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് CT അനീഷ് ഉദ്ഘാടനം ചെയ്തു. കേളകത്ത് JB's കളക്ഷൻസ് എന്ന സ്ഥാപനം പ്രവർത്തനം ആരംഭിച്ചു. പഞ്ചായത്ത് പ്രസിഡന്റ് CT അനീഷ് ഉദ്ഘാടനം ചെയ്തു. സാന്റോസ് പള്ളിവികാരി ഫാദർ കുര്യാക്കോസ് കുന്നത്ത്, UMC നേതാവ് കൊച്ചിൻ രാജൻ, കേളകം വ്യാപാരി വ്യവസായ ഏകോപന സമിതി യൂണിറ്റ് പ്രസിഡന്റ് രജീഷ് ബൂൺ, റിജോ ചാക്കോ വാളുവെട്ടിക്കൽ എന്നിവർ ഉദ്ഘാടന പരിപാടിയിൽ പങ്കെടുത്തു. ലേഡീസ് കുർത്തീസ്, ചുരിദാർ മെറ്റീരിയൽസ്, റണ്ണിംഗ് മെറ്റീരിയൽസ്, ഓണം കളക്ഷൻസ് എന്നിവ JB's കളക്ഷനിൽ ലഭ്യമാണ്. ജോയൽ ടൂറിസ്റ്റ് ഹോമിന് താഴ്വശത്തായാണ് JB's കളക്ഷൻ എന്ന സ്ഥാപനം പ്രവർത്തനം ആരംഭിച്ചത്. ഹൈവിഷൻ ന്യൂസ്, കേളകം. ചരമം. ഇടുമ്പമുയ്യോടത്തെ കൂടാളിയൻ ബാലൻ അന്തരിച്ചു. 85 വയസ്സായിരുന്നു. ഭാര്യ മേപ്പാടൻ യശോദ, മക്കൾ രാജശ്രീ, ശ്രീജ, ശ്രീനിവാസൻ, മരുമക്കൾ അശോകൻ, ദിവ്യ, പരേതനായ സന്തോഷ് കുമാർ. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. ഉരുൾപൊട്ടൽ, വെള്ളപ്പൊക്കം, മണ്ണിടിച്ചിൽ, ഇനി വേണ്ടത് ജാഗ്രത. കേരള ശാസ്ത്ര സാഹിത്യ പരിഷത്തിന്റെ നേതൃത്വത്തിൽ സെമിനാർ. കസ്തൂരിരംഗൻ റിപ്പോർട്ടിലെ പരിസ്ഥിതിലോല മേഖലയുമായി ബന്ധപ്പെട്ട് സർക്കാർ പുതിയ ഒരു മാപ്പ് കൂടി പ്രസിദ്ധപ്പെടുത്തി. ജനവാസ കേന്ദ്രങ്ങളെ പരിസ്ഥിതിലോല മേഖലയിൽ നിന്ന് പൂർണ്ണമായും ഒഴിവാക്കിയാണ് പരിസ്ഥിതി വകുപ്പിന്റെ പുതിയ മാപ്പ്. ആർളം വന്യജീവി സങ്കേതത്തിൽ കുരങ്ങുകൾ ചാകാനിടയായത് മങ്കി മലേറിയ ബാധിച്ചെന്ന പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട്. വന്യജീവി സങ്കേതത്തിനുള്ളിൽ നിരീക്ഷണം തുടർന്ന് വനം വകുപ്പ്. കുഴിയടക്കാൻ ഫലപ്രദമായ നടപടിയില്ല. അപകടക്കെണിയൊരുക്കി ഇരിട്ടി പേരാവൂർ റോഡ്.
ഇതോടെ വാർത്താ ബുള്ളറ്റിൻ ഇവിടെ പൂർണ്ണമാകുന്നു. നമസ്കാരം.